അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലെ ആലിമീങ്ങളെ ചരിത്രം നിങ്ങൾ നോക്കിയെങ്കിൽ അങ്ങെല്ലാവരും ആ കാലഘട്ടത്തിൽ നിന്ന് മശായിഖന്മാരെ ഹളറത്തേക്ക് പോയിട്ട് അങ്ങനെ സന്നിധാനത്തേക്ക് പോയിട്ട് അങ്ങനെ ആശീർവാദത്തിൽ ദീന് പഠിച്ചങ്ങും അതിരെ പഠിപ്പാട്ടിയങ്ങും കിതാബ് രചിച്ചങ്ങ ആയിത്തി കയറി ചൊന്താണ് ഞങ്ങൾ മുഞ്ഞാണ്ട് ക്ലാസ്സിൽ ചൊന്നത്. അതിൽ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രയാണ് ചൊന്നത്. ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഷെയ്ഖിനെ മുട്ട ജാഫർ സ്വാദിഖ് തങ്ങളെ മുട്ട പോയിട്ടാണ് ദീന് പഠിച്ചത് കൊണ്ട് അതിലെ കിതാബിലെ വിഷയമെല്ലാം ഞങ്ങൾ ചൊന്ന. എൻ്റെ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ വിഷയം ഞങ്ങൾ പഠിക്കുക. ഷാഫി ഇമാം ഞങ്ങളെ മദ്ഹബിലെ ഇമാമാണ്. ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിത കുലപതിയാണ്, മുജ്തഹിദായ പണ്ഡിതനാണ്. ആ ഷാഫി ഇമാമുക്ക് തുല്യരായിട്ട് ഒരാളുമില്ല. എല്ലാ കിതാബും എല്ലാ ഫന്നും എല്ലാം കലക്കി കുടിച്ച ആളാണ് ഷാഫി റളിയല്ലാഹു അൻഹു. ഹദീസിലെ അല്ല തഫ്സീർ അല്ല ഫിഖ് ഏത് ഫന്നെടുത്ത് നോക്കിയെങ്കിലും ഷാഫി ഇമാമുക്ക് തുല്യരായിട്ടില്ല. അത്രയും വലിയ ഇമാമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഷാഫി റളിയല്ലാഹു അൻഹു പോലും പോയിട്ട് ദച്ചുകൊണ്ടിരുന്ന ഹദ്റത്തിലെ വിഷയ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊല്ലിയ കിതാബിൽ ചൊല്ലു കാനൽ ഇമാമു ഷാഫി റളിയല്ലാഹു അൻഹു യജ്ലിസു ബൈന യദൈ ഷൈബാനുർ റായി റളിയല്ലാഹു അൻഹുരെ മുട്ട ഷൈബാനുർ റായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ മുട്ട ഷാഫി ഇമാം പോയിട്ട് ദച്ചുകൊണ്ടിരുന്നുണ്ട്. ആ ഹദ്റത്തിൽ ഷൈബാനുർ റായി ചൊന്നെങ്കിൽ ആരും മൈൻഡാക്കാതെ ഒരാളും ഒരു കോലത്തിലും നല്ലൊരു കോലത്തിലില്ലാതെ ഒരാളും മൈൻഡാക്കാത്ത ഒരാൾ ഒരു മലഞ്ചെരുവിൽ താമസിച്ചുകൊണ്ടും സ്വന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഷൈബാനുർ റായി റളിയല്ലാഹു അൻഹു. കോലത്തിൽ കാണുമ്പോൾ വലിയൊരു മശായിഖന്മാരെ കോലത്തിലില്ല, രൂപത്തിലില്ല, വരമേ ഒരു രൂപത്തിലാണ് ഞങ്ങളെ ജീവിതം. ആ ഷൈബാനുർ റായി തങ്ങളെ മുട്ട പോയിട്ട് ദച്ചുകൊണ്ടിരുന്ന ആളാണ് ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്തു ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബിൽ കണ്ട്. ഏതുപോലെ ഷാഫി ഇമാം പോയി ദച്ചുകൊണ്ടിരുന്നേ കമാ യഖഉദു സബിയ്യു ഫിൽ മക്തബി. ഒരു ഉസ്താദിനെ മുന്നൽ ഒരു മദ്രസൽ ഒരു ഉസ്താദിനെ മുന്നൽ ഒരു കിനാവ് പോയിട്ട് എങ്ങനെ ദച്ചു കൊടുക്കുക, എത്ര മര്യാദയിൽ എത്ര വിനയത്തിൽ എത്ര അദബിൽ പോയിട്ട് ദച്ചു കൊടുക്കുക, അത്ര നല്ല അദബിൽ പോയിട്ട് ദച്ചോണ്ടിന്ത് ഷാഫി ഇമാം ആരെ മുട്ട ഷൈബാനുർ റായി റളിയല്ലാഹു അൻഹുരെ മുട്ട നല്ല രൂപത്തിൽ നല്ല അനുസരണയുള്ള രൂപത്തിൽ പോയിട്ട് ദച്ചു കൊടുത്തോണ്ടിന്ത്. എന്നിട്ട് വയസ് അലുഹു ഷാഫി ഇമാമുക്ക് തിരിയാത്ത കുറേ വിഷയങ്ങളുണ്ട്. മസ്അലറെ വിഷയ ഇഖ്തിലാഫായിട്ട് പല പണ്ഡിതന്മാർ പല അഭിപ്രായം ചൊന്നത് പല രൂപത്തിൽ ഇഖ്തിലാഫായ മസ്അല ഉണ്ട്. അതിലൊരു തീരുമാനം എടുക്കാവില്ല. ആർക്കിത് മുജ്തഹിദായ പണ്ഡിതനായ ഷാഫി ഇമാമുക്ക് ഒരു തീരുമാനം എടുക്കുക ആവാത്ത രൂപത്തിൽ വരുമ്പോൾ ആ വിഷയത്തിൽ തീരുമാനത്തിക്ക് വറകുവേനായിട്ട് ആ വിഷയത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരത്തുകായിട്ട് വന്നോണ്ടിരുന്ന ഒരു ഹളറത്ത് ചെന്നെങ്കിൽ ഇമാം ഷൈബാനുർ റായി റളിയല്ലാഹു അൻഹു ഷൈബാനുർ റായി ഹളറത്തുക്ക് വന്ന് ഷാഫി ഇമാം കേട്ടോണ്ടിരുന്ന വിഷയം യസ്അലുഹു അവിടെ വന്ന് കേട്ടോണ്ടിരുന്നത് കൈഫ യഫ്അലു ഫീ കദാ വ കദാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തങ്ങളെ, അതിക്ക് നാളെ എങ്ങനെ പരിഹാരമാക്കണു, ഇങ്ങനെ ഒരു മസ്അല ഉണ്ട്, അതിക്ക് തീരുമാന ഫത്വ നാണ് എങ്ങനെ കൊടുക്കണു ചെന്തു ആരൊട്ടിക്ക് വന്ന് കേട്ടോണ്ടിരുന്നേ. ഒരു കിതാബും പഠിക്കാതെ ഒരു മദ്രസലും പോവാതെ ഉമ്മിയായ ആ കാലത്തിൽ നിന്ന് ഉന്നത മശായിഖന്മാരിൽപ്പെട്ട ഷൈബാനുർ റായി തങ്ങളെ മുട്ട പോയിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആറ് കിതാബെല്ലാം കലക്കി കുടിച്ച് എല്ലാ ഫണ്ണിലും നല്ല നിപുണത നേടിയ ഷാഫി ഇമാം വന്ന് കേട്ടോണ്ടിരുന്ന ഹദ്റത്ത് ഇമാം ഷൈബാനുർ റായി തങ്ങളെ മുട്ട എല്ലാ വിഷയത്തിലും പരിഹാരத்துக்கு വേനായിട്ട് വേണ്ട ഒരു ചെറിയ കിടാവരെ പോലെ അവിടെ ദച്ചു കൊടുക്കരു, വിഷയമെല്ലാം കേൾക്കറ്, പ്രശ്നങ്ങളെല്ലാം ചൊല്ലു, അതിക്ക് വേനായ പരിഹാരങ്ങളെല്ലാം കിട്ടറ്. ആ വിഷയത്തിൽ ആൾമാർ കളിയാക്ക തുടങ്ങിയാറ്. നിങ്ങൾ ഇത്ര വലിയ പണ്ഡിതനല്ലേ ഷാഫി ഇമാം, എത്രമാ കിതാബുകൾ രചിച്ച ആളല്ലേ, എത്രമാ വിഷയത്തിൽ എല്ലാം നിപുണതല്ല ഉള്ള ആളല്ലേ, നിങ്ങൾ എന്തിക്ക് ഇങ്ങനത്തെ ഒരു മലഞ്ചെരുവിൽ താമസിക്കരേ, ആരും മൈൻഡാക്കാത്ത ആളുകൾ പോണ്ടേ ആ മുട്ട പോണ്ടേണ്ടി കേൾക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ല പലകൊണ്ടു അങ്ങ് അമ്പിയാക്കളെ വാരിസ്യങ്ങളായ മശായിഖന്മാരിൽപ്പെട്ട ആളാണ്, അങ്ങൊട്ടികയാണ് ഞങ്ങൾ പോയിട്ട് ദീന് പഠിക്കണായത് ചെന്തു ആൾമാർക്ക് പടിപാടി കൊടുക്കറു. നോക്കറു മശായിഖന്മാരെ മുട്ട പോണ്ടേ ആലിമീങ്ങളെ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും മശായിഖന്മാരെ ഹദ്റത്തിക്ക് പോയിട്ടാണ് ദീന് പഠിക്കണു ചൊല്ലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമുക്ക് ഉദാഹരണമല്ലേ.
അങ്ങനത്തെ വലിയ വലിയ മഷായഹന്മാരെ കുറവാക്കിയോണ്ടും കളിയാക്കിയോണ്ടും പരിഹസിച്ചുകൊണ്ടും നടക്കരുത്. എത്ര ആൾമാർ ഇണ്ടുമുള്ളാറ് മഷായഹന്മാരെ കാലി ചുംബിച്ച വിഷയത്തിൽ അതൊരു വലിയൊരു പ്രശ്നമാക്കി എടുത്തു കൊണ്ടുവേണ്ട. അതുള്ള വലിയൊരു പ്രശ്നം അവിടെ വിഷയമേ അല്ല. ഇത് എല്ലാ കാലത്തും നടന്നു വന്ന വിഷയമാണ്. അത് സാധാരണ ഒരു ചെറിയ കിതാബ് പഠിച്ച ആൾമാർക്ക് ഗൊന്താവും. എല്ലാ കിതാബുകളും നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. തക്ബീലുൽ യദി വരിജിലി ലി സ്വലാഹിഹി വഷറഫിഹി, മഷായിഹന്മാരെ സ്വാലിഹീങ്ങളെ അങ്ങനെ കൈ ചുംബിക്കരുതും കാല് ചുംബിക്കരുതും ഫമുസ്തഹബുൻ, അത് സുന്നത്തായ വിഷയമായി തിക്കറുണ്ട് എല്ലാ കിതാബിലും രേഖപ്പെടുത്തിയ വിഷയ. അതല്ലാതെ മഷായിഹന്മാരെ ഈ ഭാഗത്തിൽ നോക്കുമ്പോൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല് ചുംബിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്തല്ലേ നമുക്ക് തെളിവോ, അങ്ങനല്ലേ നമുക്ക് മാതൃക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദമുൽ വണ്ടേ അങ്ങനെ വാരിസ്യങ്ങളായിട്ട് വേണ്ടേ മഷായിഹന്മാരെ കാല് ചുംബിക്കാതെ എങ്ങനെ നമുക്ക് ഇക്കുക സാധ്യമാവുള്ളൂ. അങ്ങനെ കാല് ചുംബിക്കുക കിട്ടുന്നത് ഏറ്റവും വലിയ തൗഫീഖിന്റെ ഒരു ഭാഗല്ലേ. അതെന്തും ചിന്തിക്കാതെ അങ്ങളെ മേലെ കുതിരസവാരി നടത്തരെ, അങ്ങളെ മേലെ എന്തെല്ലാം ആക്ഷേപപ്പെട്ട ആൾമാർ അങ്ങളെ ഹിദായത്തും ഈമാനും നല്ല കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തആല ആ മഷായിഹന്മാരെ തണലിലായിട്ട് ഈമാനും ഹിദായത്ത് നമുക്ക് ഉറച്ചു തരട്ട്. അങ്ങനെ ഇസ്തിഖാമത്തിൽ ജീവിക്കുള്ള വലിയൊരു തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തരട്ടെ ചെന്നു എൻ്റെ ഈ ചെറിയൊരു ക്ലാസ് ഉണ്ട് നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.